ഒരേ ഓഫീസിൽ വർക്ക് ചെയ്യുന്ന രണ്ട് ഉറ്റ സുഹൃത്തുക്കൾ, അഖിൽ, സിബി. രണ്ടുപേരുടെയും സാലറി 70,000 രൂപയാണ്. രണ്ടുപേരും ഉപയോഗിക്കുന്നത് 2019 മോഡല് സ്വിഫ്റ്റ് കാറാണ്. അങ്ങനെ ഇരിക്കെ അഖിലിന് ഒരു ദിവസം ഒരു തോന്നലുണ്ടായി, തന്റെ കാർ ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണമെന്ന്. തന്റെ സുഹൃത്തുമായിട്ട് സംസാരിച്ചു. പക്ഷെ സിബി താൻ ഉപയോഗിക്കുന്ന കാറിൽ കംഫർട്ടബിൾ ആണ്, താൻ ഇപ്പൊ തൽക്കാലം അപ്ഗ്രേഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. എന്തായാലും അഖിൽ അപ്ഗ്രേഡ് ചെയ്യാൻ തീരുമാനിച്ചു. ഒരുപാട് ചിന്തകൾക്കും ചർച്ചകൾക്കും ഒക്കെ ഒടുവിൽ കാറ് തീരുമാനമായി ഹ്യുണ്ടായി ക്രെറ്റ. അങ്ങനെ കാത്തിരുന്ന് വണ്ടി എത്തി. 1.5 ലക്ഷം രൂപ ഡൗൺ പേയ്മെന്റ് കൊടുത്തു, 30,000 രൂപ മാസം EMI. അങ്ങനെ ഇരിക്കെ ഒരു സൺഡേ രണ്ടുപേരും വണ്ടി വാഷ് ചെയ്യാൻ വേണ്ടി തൊട്ടടുത്തുള്ള ഒരു കാർ വാഷിലേക്ക് എത്തി. വണ്ടി വാഷ് ചെയ്തതിനു ശേഷം സിബിയുടെ കയ്യിൽ നിന്നും 400 രൂപയും അഖിലിന്റെ കയ്യിൽ നിന്നും 800 രൂപയും കാർ വാഷുകാരൻ വാങ്ങി. ഒന്ന് ആലോചിച്ച് നോക്ക്, ഉപയോഗിച്ച വെള്ളം സെയിം, ഉപയോഗിച്ച സോപ്പ് സെയിം, എല്ലാം സെയിം. അതേപോലെ തന്നെ ഈ രണ്ട് വണ്ടി സർവീസിന് പോകുമ്പോൾ മാരുതി സ്വിഫ്റ്റിന് ഏകദേശം 3,000-4,000 രൂപയും അതേസമയം ക്രെറ്റയ്ക്ക് ഏകദേശം 7,000-8,000 രൂപയും സർവീസ് ചാർജ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, സെയിം സ്കില്ല്, സെയിം മെറ്റീരിയൽ, സെയിം എഫേർട്ട്, എന്നിട്ടും സർവീസ് ചാർജ് രണ്ടും രണ്ട്. ഇവിടെ അഖിലിന്റെ ജീവിതം സിബിയുടെ ജീവിതത്തെക്കാൾ എക്സ്പെൻസീവ് ആയി മാറി. ഇത് കാറിന്റെ കാര്യത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കുമോ? ഡെനിസ് ഡിട്രോട്ട് എന്നൊരാളെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? 18ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ഒരു ഫ്രഞ്ച് ഫിലോസഫറാണ്. അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഒരു ഗൗൺ സമ്മാനമായി നൽകി. കാണാൻ മനോഹരമായിട്ടുള്ള ഈ ഗൗണ് ഇട്ട് കഴിഞ്ഞപ്പോൾ തന്റെ വീട്ടിലുള്ള എല്ലാ വസ്തുക്കളും പഴയതാണ് എന്ന് ഡിട്രോയിന് തോന്നി. സോ ആ ഗൗണിനനുസരിച്ച് അദ്ദേഹത്തിന്റെ വീട്ടിലുണ്ടായിരുന്ന വീട്ടുപകരണങ്ങളും ഫർണിച്ചറും പെയിന്റിങ്സും എല്ലാം പഴയത് മാറ്റി അദ്ദേഹം പുതിയത് വാങ്ങാൻ തുടങ്ങി. അദ്ദേഹം പോലും അറിയാതെ പതിയെ അദ്ദേഹം ഒരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് കാലെടുത്ത് വെച്ചു. സാമ്പത്തിക പ്രതിസന്ധിയുടെ നടുക്ക് നിൽക്കുമ്പോൾ അദ്ദേഹം ചിന്തിച്ചു, എന്താണ് എനിക്ക് പറ്റിയത്? അപ്പൊ അദ്ദേഹത്തിന് മനസ്സിലായി, തനിക്ക് സമ്മാനമായി കിട്ടിയ ഗൗണാണ് എല്ലാത്തിനും കാരണം. അദ്ദേഹം ഇതിനെ ഡിട്രോയിറ്റ് എഫക്ട് എന്ന് വിളിച്ചു. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അഖിൽ പുതിയ വണ്ടി എടുത്തു. എന്നാൽ അഖിൽ വണ്ടിക്കനുസരിച്ച് അഖിൽ പോലും അറിയാതെ അവൻ ഉപയോഗിക്കുന്ന എല്ലാ വസ്തുക്കളും അപ്ഗ്രേഡ് ചെയ്യും. അഖിൽ പോലും അറിയാതെ അവന്റെ ഡിട്രോയിറ്റ് എഫക്ട് പിടികൂടും. ഒന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എപ്പോഴെങ്കിലും ഡിട്രോയിറ്റ് എഫക്ട് പിടികൂടിയിട്ടുണ്ടോ? ഡിട്രോയിറ്റ് എഫക്ട് പോലെ തന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊന്നാണ് വെൽത്ത് ഗ്യാപ്പ്, മെന്റൽ ഗ്യാപ്പ്. നിങ്ങളുടെ അയൽവാസി നിങ്ങളെക്കാട്ടിലും ഫൈനാൻഷ്യലി റിച്ച് ആണെങ്കിൽ അത് നിങ്ങളുടെ മെന്റൽ ഹെൽത്തിനെ നശിപ്പിക്കും. ഇത് ഞാൻ പറഞ്ഞതല്ല, 2023 നടത്തിയ ഒരു പഠനത്തിൽ കണ്ടെത്തിയതാണ്. എങ്ങനെയാണെന്നല്ലേ? നിങ്ങളുടെ അയൽവാസി നിങ്ങളെക്കാൾ നന്നായി ജീവിക്കുന്നുണ്ട് എന്ന തോന്നൽ നിങ്ങളുടെ ഉള്ളിൽ വന്നാൽ ഓരോ കാര്യങ്ങളും അവരതുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യാൻ തുടങ്ങും. ഇത് നിങ്ങളെ ഡിപ്രഷനിലേക്ക് പോലും തള്ളിവിട്ടേക്കാം. ഇതിന് ഉദാഹരണമാണ് നിങ്ങളുടെ കുട്ടിയെയും അയൽവാസിയുടെ കുട്ടിയെയും പഠനകാര്യത്തിൽ താരതമ്യം ചെയ്യുന്നത്. ഈ കാലഘട്ടത്തിൽ ഐഫോൺ ഒരു സ്റ്റാറ്റസ് സിംബലായി കഴിഞ്ഞു. ഐഫോൺ മാത്രമല്ല, യുവതലമുറ ഉൾപ്പെടെ നമ്മുടെ സമൂഹം പ്രീമിയം പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നതിൽ വളരെ മുന്നിലാണ്. ഇങ്ങനെ പ്രീമിയം പ്രോഡക്ട്സ് ഉപയോഗിക്കുന്നത് വഴി ആത്മാഭിമാനവും ആത്മവിശ്വാസവും കൂടുന്നതായി പലർക്കും തോന്നാറുണ്ട്. പക്ഷേ പലരും തങ്ങൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്ന് പോലും ചിന്തിക്കാതെയാണ് ഇങ്ങനെയുള്ള വസ്തുക്കളൊക്കെ വാങ്ങി കൂട്ടുന്നത് എന്നതാണ് അപകടകരമായിട്ടുള്ള കാര്യം. ഇതിൽ തന്നെ ഏറ്റവും ദുഃഖകരമായിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ ഇന്ത്യയിൽ ലക്ഷറി ഐറ്റംസിന് ഏകദേശം 30% ടാക്സ്. അതായത് നിങ്ങൾ കൊടുക്കുന്ന 10 രൂപയിൽ 3 രൂപ ഗവൺമെന്റിനുള്ളതാണ്. കുറച്ചുകൂടെ മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ 12 മാസം ജോലി ചെയ്യുന്നതിൽ ഏകദേശം 4 മാസത്തോളം ഗവൺമെന്റിന് വേണ്ടിയാണ് നമ്മൾ ജോലി ചെയ്യുന്നത് എന്നതാണ് സത്യം. ഇനിയിപ്പോ പ്രീമിയം പ്രൊഡക്ട്സിനോടുള്ള ആഗ്രഹം അത് വാങ്ങിക്കഴിഞ്ഞാൽ തീരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അത് താൽക്കാലികമായി മാത്രമേ നിൽക്കുകയുള്ളൂ, ഒന്ന് കഴിഞ്ഞാൽ മറ്റൊന്ന്. ഇങ്ങനെ നമ്മുടെ ഇൻകം കൂടുന്നതിനനുസരിച്ച് നമ്മൾ പുതിയ വസ്തുക്കൾ വാങ്ങിക്കൊണ്ടേയിരിക്കും. ഇൻകം കൂടുന്നതിനനുസരിച്ച് എക്സ്പെൻസ് കൂടുന്നതിനെയാണ് ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് വിളിക്കുന്നത്. സാധാരണഗതിയിൽ ഒരാളുടെ സാലറി കൂടുമ്പോൾ അയാളുടെ സേവിങ്സ് കൂടണ്ടേ? എല്ലാവരുടെയും കാര്യത്തിൽ ഇങ്ങനെയാണോ? നിങ്ങളുടെ കാര്യത്തിൽ ഇങ്ങനെയാണോ? അല്ല, അല്ലേ? ലൈഫ് സ്റ്റൈൽ ഇൻഫ്ലേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പോലും അറിയാതെ നമ്മുടെ കൂടെ കൂടിയൊരു കള്ളനാണ്, നമ്മളെ ഊറ്റിക്കൊണ്ടേയിരിക്കുന്ന ഒരു കള്ളൻ. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള മൊമെന്റ് ഏതാണെന്ന് ഞാൻ ചോദിച്ചാൽ, അത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വസ്തു വാങ്ങിയ ആ മൊമെന്റ് ആയിരിക്കുമോ, അതല്ലെങ്കിൽ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ടവരുടെ കൂടെ സ്പെൻഡ് ചെയ്ത ആ ടൈം ആയിരിക്കുമോ? ഒരുപാട് എക്സ്പെൻസീവ് ആയിട്ടുള്ള വസ്തുക്കൾ വാങ്ങി ഷോർട്ട് ടേമിൽ കിട്ടുന്ന സന്തോഷം ഒഴിവാക്കി നമ്മുടെ ലോങ് ടേം ഫൈനാൻഷ്യൽ ഗോൾസിന് മുൻഗണന കൊടുക്കാം. ഈ ഒരു വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാൻ പറ്റിയെന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. നിങ്ങൾക്ക് ചോദിക്കാനുള്ളതും പറയാനുള്ളതും കമന്റ് ബോക്സിലൂടെ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. So I'll see you in the next video. Take care.